അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇത്തവണ ഹജ്ജിന് പോകുന്ന സമയത്ത് നബീസുമ്മ എന്ന് പേരുള്ള ഒരു ഹജ്ജിന് പോകുന്ന ഒരു ഉമ്മ എനിക്ക് വിളിച്ചു. അവർ വലിയ സന്തോഷത്തിലായിരുന്നു. അവരേറ്റവും വലിയൊരു ആഗ്രഹം ഹജ്ജിന് പോയിട്ട് ആ മണ്ണിൽ വെച്ച് മരിക്കുക, അവിടെ ഖബറടക്കുക, ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരണ്ട എന്നായിരുന്നു അവരാഗ്രഹം. അപ്പൊ നമ്മുടെ ചാനൽ കാണുന്ന ഒരു ഉമ്മയാണ്. അപ്പോൾ ആരോടൊക്കെയോ പറഞ്ഞിട്ടാണ് നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചിട്ട് എനിക്ക് സന്തോഷം പറയാണ്, നിങ്ങൾ ദുആ എടുക്കണം, എനിക്ക് അവിടെ കിടന്ന് മരണപ്പെടാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യില്ല, ഖൈർ എന്താണോ അതുപോലെ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ദുആ ചെയ്യേണ്ടത്. ഉമ്മ വളരെ പാവപ്പെട്ട വീട്ടിലത്തെ ഒരു ഉമ്മ. ഇപ്പൊ ഹജ്ജിന് പോയിട്ട് ഇപ്പൊ ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. ഇത്തവണ തന്നെ 13ഓളം ഹാജിമാരാണ് മരണപ്പെട്ടതെന്നുള്ള, മലയാളികളായ ആളുകൾ 13ഓളം ആളുകൾ തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയിൽ പോയ ആളുകൾ തിരിച്ചിങ്ങോട്ട് എത്തിയിട്ടില്ല. ചിലപ്പോൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അബ്ദുൽ അസീസ് എന്ന് പേരുള്ള ഒരാളാണ്. അങ്ങനെ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലുമൊക്കെ പ്രിയപ്പെട്ട ആളുകൾ ഹജ്ജിന് പോയിട്ട് അവിടെ വെച്ചിട്ട് മക്കയിൽ വെച്ചിട്ടോ മദീനയിൽ വെച്ചിട്ടൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്ന് പ്രത്യേകം പങ്കുവെക്കുക. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ഒരു നബീസുമ്മാടെ ഹജ്ജിന് പോകുമ്പോൾ എന്നോട് പറഞ്ഞത്, ഇവരുടെ സ്വന്തം കാശിനല്ല ഹജ്ജിന് പോണത്, അയൽപ്പക്കത്തുള്ളൊരു യുവാവ് ഇവരെ സഹായിക്കുകയാണ്. അയൽവാസിയായ ഒരു യുവാവ് അതിൽ സഹായിക്കാനൊരു കാരണമുണ്ട്. ഇവർക്ക് 5-6 മക്കളൊക്കെ ഉണ്ടായിരുന്നു. വളരെ പാവപ്പെട്ട വീട്ടിലത്തെ ഒരു ഉമ്മയാണ് നബീസുമ്മ. അങ്ങനെ ഇവരുടെ ഭർത്താവും മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ അടുത്ത വീട്ടിൽ ലക്ഷം വീട് കോളനിയിൽ ഒരു പാവപ്പെട്ട ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്ത് അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് പോയതാണ്. അപ്പൊ ആ മക്കളെ അന്നത്തെ തൊഴിലിനൊക്കെ പോയിട്ട് വീട്ടിൽ പണിയെടുക്കാൻ പോയിട്ടും അലക്കാൻ പോയിട്ടും ഭക്ഷണം പാചകം ചെയ്യാൻ പോയിട്ടാണ് ആ കുടുംബത്തെ നോക്കിയിരുന്നത്. അതോടൊപ്പം പാടത്ത് നെല്ല് കൊയ്യാൻ പോകും, പിന്നെ നെല്ല് വിതക്കാനും അങ്ങനെ മെയ്യാനൊക്കെ പോകുന്ന ഒരു പാവപ്പെട്ട വീട്ടിലത്തെ ലക്ഷം വീട് കോളനിയിലത്തെ സ്ത്രീയുടെ മോനെ പലപ്പോഴും നോക്കിയിരുന്നത് ഈ നബീസുമ്മയാണ്. കാരണം നബീസുമ്മക്ക് 5-6 മക്കളുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയും കൂടി കൂടുകയാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ആ കുട്ടിനെയും കൂടി നോക്കും. നബീസുമ്മയുടെ ഭർത്താവ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട അവരൊരു ശരാശരി കുടുംബക്കാരാണ്. അവർക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു മക്കയും മദീനയും കാണണം എന്നുള്ളത്. പക്ഷേ ഒരിക്കലും അവർക്ക് ഒരു പറമ്പ് വിറ്റിട്ട് പോകാനുള്ള പറമ്പ് അവർക്കില്ല. ആ വീട് നിൽക്കുന്ന ഒരു 4-5 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. പിന്നെ മക്കളാണെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളും അത്ര വലിയ സമ്പന്നരൊന്നുമല്ല. ഒരു 4-5 ലക്ഷം രൂപ എടുത്തിട്ട് ഉമ്മാനെ ഒന്ന് ഹജ്ജിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രാപ്തിയിലുള്ളതല്ല. പക്ഷെ ഇവരെപ്പോഴും കിനാവ് കാണും അത്രേ ഇവർ ഹജ്ജിന് പോണത്. അതാണ് ഇവർക്ക് ഭയങ്കര അത്ഭുതം. ഇവര് മക്കയും മദീനയ്ക്കും പോണതും അവിടെ ചെന്ന് തവാഫ് ചെയ്യുന്നതും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒരു പക്ഷെ ഇവര് ടി-വിയിലോ മൊബൈലിലോ ഒക്കെ കണ്ടിട്ടായിരിക്കും. ഈ ഉമ്മക്കാണ് കഴിഞ്ഞ വർഷം ഇത് നോക്കി ഉണ്ടാക്കിയ ഈ ലക്ഷം വീട് കോളനിയിലെ ഈ മോനുണ്ടല്ലോ, ഓനൊക്കെ ഗൾഫിൽ പോയി ഒരുപാട് പ്രതിസന്ധികൾ കടന്നു. ഇപ്പൊ നല്ല സാമ്പത്തിക സ്ഥിതിയാണ്. അവന്റെ ഉമ്മക്ക് ഹജ്ജിന് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അവനൊരു സാമ്പത്തിക സ്ഥിതി ആയ സമയത്ത് ഉമ്മ പറ്റ കിടപ്പിലായി, ഉമ്മ മരണപ്പെട്ടു. അപ്പൊ ഇവനക്കൊരാഗ്രഹം, എനിക്ക് മുലപ്പാല് തന്ന ഒരാളൊന്നുമല്ല ഈ നബീസുമ്മ, പക്ഷെ എന്നെ വളർത്തിയ ഉമ്മ. ആ വളർത്തിയത് ഇവന്റെ മനസ്സിൽ വല്ലാതെ ഉണ്ടായിരുന്നു. ഇവന്റെ ഒരു ആഗ്രഹമാണ്, നിങ്ങൾ ഇന്റെ 2ാമത്തെ ഒരു ഉമ്മ 3ാമത്തെ ഒരു ഉമ്മ അല്ലെ, എന്റെ ഉമ്മ തന്നെയാണ്, എനിക്ക് നിങ്ങൾ ജന്മം നൽകിയിട്ടില്ല എന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ എല്ലാ കാശും തരാം, ഉമ്മ ഇത്തവണ ഹജ്ജിന് പോകണം എന്നുള്ളത് കഴിഞ്ഞ വർഷമാണ് അത്രേ ഈ മകൻ പറഞ്ഞത്. ആ ഉമ്മാക്ക് നബീസുമ്മാക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവരെത്രയോ വർഷങ്ങളായിട്ട് കൊതിക്കുന്ന ഒരു കാര്യമാണ്. മക്കയും മദീന അവർ കാണുന്നുണ്ട്. അതെങ്ങനെ കാണുന്ന ഉമ്മക്ക് അറിഞ്ഞൂടാ. അവർ ഇത്തവണ ഹജ്ജിന് പോയി സ്വന്തം മകനെ പോലെ നോക്കുന്ന ഒരാളുടെ പണം കൊടുത്തിട്ട് മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷം, നബീസുമ്മാന്റെ മക്കൾക്ക്. കാരണം ഞങ്ങൾക്ക് നൽകാൻ പറ്റാത്തത് ഈ വളർത്തിയ ഒരു മകനാണെങ്കിലും അവൻ നൽകിയല്ലോ. കാരണം അവരൊക്കെ ഇവന്റെ ഗൾഫിൽ പോക്കിലൊക്കെ അവനെ സഹായിച്ചവരാണ്. നാട്ടിൽ ഒരുപാട് വ്യവസായം. അപ്പൊ നബീസുമ്മാന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്, മക്കളൊക്കെ ഒരു കരക്കെത്തി, ഭർത്താവാണെങ്കിൽ മരണപ്പെട്ടു, ഇനി ഞാൻ ആ മണ്ണിൽ കിടന്ന് മരിക്കാനായിരുന്നെങ്കിൽ എൻ്റെ വിധിയെന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് ഹജ്ജിന് പോകേണ്ട മുമ്പൊക്കെ വിളിക്കണേ. മാഷി ദ്വാരക്കെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഉമ്മ ഇങ്ങനെ വളർത്തുണ്ടാക്കിയ ഒരു മകന് തന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ട് തന്നെ ഹജ്ജിന് കൊണ്ടുപോകും എന്നുള്ളത് ആ ഉമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ആ ഉമ്മക്ക് അത് ലൈഫ് കൊടുക്കുന്ന ഒരു ബോണസാ. ഒരു പക്ഷെ നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള ആത്മാർത്ഥതയായിരിക്കും പിന്നീട് റബ്ബ് ഇങ്ങനെ സമ്മാനമായിട്ട് തരിക. ഇപ്പൊ നമ്മളൊരു മോനെ, അടുത്ത വീട്ടിലത്തെ ഒരു മോനെ സ്നേഹത്തോടെ നമ്മൾ വളർത്തുന്നത് എന്തെങ്കിലും ഭൗതികമായിട്ട് ലക്ഷ്യം വെച്ചിട്ടല്ല, ആഖിറത്തിലെ പടച്ച റബ്ബിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ ദുനിയാവിൽ തന്നെ ചില പാരിതോഷികങ്ങൾ പടച്ചോ നൽകും. അത് നിങ്ങൾ ലൈഫിൽ ഓരോന്നെടുത്ത് നോക്കിയൊക്കെ. നമ്മളൊരാളെ സഹായിക്കുന്നത് അവിടുന്ന് ഒരാൾ നല്ലത് പറയാൻ, ഓ നല്ല സഹായിക്കുന്ന ഒരാളാണ്, ഓൻ ജനങ്ങളെയൊക്കെ ചാറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് മാത്രമാണെങ്കിൽ കൂടി റബ്ബ് ഇവിടുന്ന് കുറെ പേരും പെരുമയും സന്തോഷങ്ങളൊക്കെ നൽകും. അതല്ല ദുനിയാവിന്റെ ആഗ്രഹം, ദുനിയാവിന്റെ ഒരു പേരും പെരുമയും മാത്രമാണെങ്കിൽ ആഖിറത്തിൽ നിന്ന് കിട്ടൂല. ഇങ്ങനെയും നല്ല മനുഷ്യരുണ്ട്. അപ്പൊ ഉമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു
അവിടെ വെച്ച് ഇപ്പോൾ പറയാം, എനിക്കിപ്പോൾ എല്ലാവരും കാണാൻ കഴിഞ്ഞു. ഞാനിത് പറയാൻ പറ്റുന്നത് ഞാൻ തിരിച്ചു വന്നത് കൊണ്ടല്ലേ. അപ്പോൾ ആ ഒരു ഉമ്മാക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ 13ഓളം ഹാജിമാരാണ് ഇത്തവണ ഹജ്ജിന് പോയിട്ട് ജീവനോടെ തിരിച്ചു വരാൻ കഴിയാതിരുന്നത്. അവർക്കതായിരിക്കും ഹൈറ്. ആ മണ്ണിൽ കബറടക്കുക എന്നുള്ളത് ഒരു വലിയ നന്മയും സന്തോഷവുമാണ്. ഹാജിമാരായിട്ട് മടങ്ങി ഓരോ ഹാജിയും ഒരു പിറന്ന കുഞ്ഞിന്റെ വിശുദ്ധിയോടെയാണ് തിരിച്ചു വരിക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുടെ കുടുംബങ്ങൾ ഹജ്ജിന് പോയിട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും, നിങ്ങളുടെ കുടുംബക്കാരെങ്കിലും എൻ്റെ ഉമ്മ ഹജ്ജിന് പോയി, വാപ്പ ഹജ്ജിന് പോയി, താത്ത നിങ്ങൾ തന്നെ ഹജ്ജിന് പോയവർ തന്നെയാണ് ഈ കാണുന്നതെങ്കിൽ സന്തോഷം ഒന്ന് പങ്കുവെക്കുക. നിങ്ങൾ ഒരു ഹാജിമാരായിട്ട് തിരിച്ചു വരുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ ഇതിലൊരു കമന്റ് ഇടുമ്പോൾ അത് നിങ്ങളവിടെ നിങ്ങളൊരു പ്രസന്റ് പറയാണ്, ഞാനും ഒരു ഹാജി ആയിരുന്നു, വന്നിട്ടില്ല, ഇനി ഒരു ഹാജി ആയിട്ടുണ്ട്, മാഷാ അല്ലാ, അള്ളാഹു നമ്മുടെയൊക്കെ ഹജ്ജും ഉംറയും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി ഇത് പോവാൻ കൊതിയുള്ളവരുണ്ടാവും, അള്ളാഹ് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാട്ടോ. പിന്നെ ഇതിനൊക്കെ ഒരു തൗഫീക്ക് ഉണ്ടാവണം എന്നുള്ള ആ ഉമ്മനോട് പറയാണ്, അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഈ കഅബ എങ്ങനെയാണെന്നുള്ളത് ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്, വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ റബ്ബേ എന്തുമാത്രം ഇത് പറയാം എന്നോട്. എല്ലാവരും പറഞ്ഞ് ഭയങ്കര തിരക്കായിരിക്കും, നിങ്ങൾ ചെന്ന പാട് ഇക്ക് തിരക്കൊന്നും ഞാൻ ആ കഅബ എങ്ങനെ ഇക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത് പോലത്തെ ഒരു ഫീലാണ് അത്ര ഉമ്മാക്ക് തോന്നിയത്. ഒരു പക്ഷേ ഹജ്ജിനൊക്കെ പോയവർക്ക് ഇങ്ങനത്തെ പല പല ഫീൽ ഉണ്ടാവും. ഹജ്ജിനൊക്കെ പോയ ആളുകൾ അവർ അനുഭവം പറയുമ്പോൾ നമുക്ക് അവിശ്വസനീയ തോന്നും. 10-18 കിലോമീറ്റർ ഒക്കെ നടക്കാൻ പറ്റാത്ത ഒരു ഉമ്മ, ഒരു ഉപ്പ, സുഖമില്ലാത്ത ഒരാള് അങ്ങോട്ട് നടക്കന്നെ. അതിങ്ങനെ അറഫയിൽ നിന്നൊക്കെ കണ്ട് ഇവിടേക്ക് നടക്കണ മുസ്ദലിഫയിലേക്ക് നടന്ന ആളുകള്, അവിടുന്ന് അങ്ങോട്ട് മിനയിലേക്ക് നടക്കുന്ന ആളുകള് എവിടുന്നാണ് ഈ ആരോഗ്യം കിട്ടിയെന്ന് വെച്ചാൽ അത് പടച്ച റബ്ബ് തരുന്നൊരു ആവേശമാണ്. ഇപ്പൊ ഇവിടെ വരുമ്പോൾ കുറച്ച് കാലുവേദനയും കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊരു വലിയ ആ ഒരു നമ്മുടെ ആത്മീയത മരണം വരെ നിലനിർത്താൻ റബ്ബ് സഹായിച്ചാൽ മതി. ഇപ്പൊ നമ്മളെല്ലാവരും ദുആ ചെയ്യുക, ഒരു ഹജ്ജും ഉംറയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ഈ സന്തോഷം 2 ദിവസമായി ഇമ്മ വന്നിട്ട് ഇങ്ങോട്ട് വിളിക്കണേ. നിങ്ങൾ ഈ സന്തോഷത്തിൽ ഞാൻ അവിടെ പോയിട്ട് ആ ഉമ്മാന്റെ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കൂല. അപ്പൊ ഞാൻ തന്നെയാണ് പറയാന്ന് വിചാരിച്ച് ആ ഉമ്മാന്റെ സന്തോഷങ്ങള്. അപ്പൊ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ ചോദിച്ചിരുന്നത് മമ്പുറം തങ്ങളുടെ പേരാണ് സയ്യിദ് അലവി തങ്ങള്. മമ്പുറം തങ്ങളുടെ ഉറൂസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഈ കാണുന്നതാണ് മമ്പുറം തങ്ങളുടെ വീട്. മമ്പുറം തങ്ങൾ അതിസുന്ദരമായ വീട്. പല്ലക്കിലേ നടക്കുമായിരുന്നുള്ളൂ. യമനിൽ നിന്നാണ് മമ്പുറം തങ്ങൾ 19ാമത്തെ വയസ്സിലെങ്ങാനാണ് കോഴിക്കോട്ടേക്ക് അമ്മാവനെ കാണാൻ വേണ്ടി വരുന്നത്. പിന്നെ ഇവിടെ വന്ന് കല്യാണം കഴിച്ച് ഇവിടെ കൂടി നമ്മുടെ മമ്പുറം തങ്ങളായി ഖുതുബുസ്സമാനാണ്. ഔലിയാക്കളുടെ സൂഫിയാക്കളുടെ വലിയ നേതാവായിട്ട് മാറി, വലിയ മഹാപുരുഷനാണ്. ആ മക്കാമിൽ, ഇതിന് മമ്പുറം മക്കാമിലേക്ക് ഒരു തവണയെങ്കിലും പോയ ആളുകളുണ്ടെങ്കിൽ താഴെ സന്തോഷമായി. ഞാൻ ഒരുപാട് തവണ ഞാൻ പോയിട്ടുണ്ട്. ഈ അടുത്ത് ഞാൻ പോയത് ഒരു 2-3 വർഷം മുൻപ്, അല്ല 1 വർഷം മുൻപെങ്ങാനാണ് ഞാൻ പോയത്. അപ്പൊ ഇതിന് മമ്പുറം മക്കാമിൽ പോയ ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, മുഹറം 10ന്റെ പ്രത്യേകതകളിൽ ഒന്ന്. ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് രക്ഷപ്പെടൽ കൊടുത്തൊരു ദിവസമാണ് മുഹറം 10. ആദം നബി അലൈഹിസ്സലാം ഹവ്വ ബീവിയെ കണ്ടുമുട്ടിയത്, അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, ഇങ്ങനെ ഒരുപാടെണ്ണുണ്ട്. ഞാൻ 2 എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു മുഹറം 10ന്റെ പ്രത്യേകത ഒന്ന് നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക. പിന്നെ മുഹറം 10 ഇപ്പൊ ഇന്നാണോ നാളെയാണോ എന്തായാലും എനിക്ക് ഭയങ്കര സങ്കടം, ഇതുമ്മലും തർക്കായോ എന്നുള്ളതാണ്. ഞാൻ കരുതിയിരിക്കുന്നത് ഞായറാഴ്ച തിങ്കളാഴ്ച ആണെന്നാണ്. അങ്ങനെ ഞാൻ വൈഫ് ഹൗസിൽ നിന്ന് വിളിച്ചു, നോമ്പറക്കാൻ വായോ, തിങ്കളാഴ്ച മുഹറം 10ന് നോമ്പറക്കാൻ വായോ. വെള്ളിയാഴ്ച പള്ളിയിൽ പോയപ്പോഴാണ് പറഞ്ഞത് ശനി ഞായറുമാണ് മുഹറം 10. അപ്പൊ ഞാൻ വൈഫോട് ചോദിച്ചാൽ അല്ലടി മദ്രസയിൽ നിന്ന് കുട്ടികൾ എന്ന് പറയുന്നത് ഞായറും തിങ്കളൊന്നുമല്ലേ. ഒരു മുഹറം 10ന്റെ പേരിലെങ്കിലും ഐക്യപ്പെടാൻ കഴിയാത്തവരായിട്ട് പോയല്ലോ റബ്ബേ. നമ്മളെ സങ്കടം തോന്നുകയാണ്. നമ്മൾ ആരും ഒന്നും പറയണല്ലോ കേട്ടോ. അവധി പോലും നമുക്ക് തിങ്കളാഴ്ച ഇല്ല. തിങ്കളാഴ്ച കാരണം ചിലരുടെ മദ്രസക്ക് പോലും തിങ്കളാഴ്ച അവധി. ഞങ്ങൾക്ക് ശനി ഞായറുമാണ് മുഹറം 9ഉം 10ഉം, അതുകൊണ്ട് തിങ്കളാഴ്ച അവധി ഇല്ലാത്ത മദ്രസ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പറയാണ് സർക്കാർ തിങ്കളാഴ്ച അവധി തരുന്നില്ല, സർക്കാർ അങ്ങനെയാണ്. എങ്ങനെ സർക്കാർ തരിക? നമ്മുടെ മതസംഘടന തന്നെ നടത്തുന്ന മദ്രസയിൽ ശനി ഞായറുമാണ് മുഹറം 9ഉം 10ഉം ആയതുകൊണ്ട് തിങ്കളാഴ്ച അവധിയില്ലാത്ത നമ്മുടെ നാട്ടിലെ സർക്കാർ അവധി തരുമോ? ഇത്തരം ഒരു കേസിലെങ്കിലും ഒരു നാട്ടിൽ ഒരു വീട്ടിൽ തന്നെ 2 മുഹറം 10, ഇതൊക്കെ എങ്ങനെ ശരിയാവുക? വലിയ വലിയ ആളുകളിൽ നിന്ന് ഒരു ഐക്യം വേണ്ടേ, സ്നേഹം വേണ്ടേ? അപ്പുറത്തുള്ളവരും സംഘടന നോക്കിയിട്ടാണ് വിശ്വാസം വരിക. അപ്പുറത്തുള്ളവരും ഖാദി, ഇപ്പുറത്തുള്ളവരും ഖാദി. ഒന്ന് ഒരുമയെങ്കിലും ഇതിലുണ്ടായിരുന്നെങ്കിൽ. ഇതൊരു വിവരമില്ലാത്തൊരു വിഡ്ഢിയുടെ ആഗ്രഹം. എനിക്കറിഞ്ഞൂടെ ഞാൻ പറഞ്ഞ തെറ്റാണോ എന്നുള്ളത്. ഇതൊക്കെ തല്ലിവിടണം എന്നുള്ളത്, പരസ്പരം ഭിന്നിക്കണം എന്നുള്ളതാണ് ഹയറെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? എന്തായാലും നടക്കട്ടെ.
എന്തായാലും ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.